നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിലെ കർണാടക മാഷാണ്. ഇന്ന് ഞങ്ങൾ 235 വീഡിയോ ആണ് തരാൻ പോകുന്നത്. ഇവരെ പഠിപ്പിച്ച മർമ്മങ്ങളെല്ലാം 2 കൈകൾ ഉപയോഗിക്കുന്നതാണ്. മർമ്മത്തിൽ വിരലാ മുട്ടുന്നെങ്കിലും അക്രമിയെ വീഴിക്കാൻ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഒരു കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യും, രണ്ടാമത്തെ കൈ കൊണ്ട് മർമ്മത്തെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ അത് എത്ര ഡിഗ്രിയാണ് നോക്കി കണ്ടോ. ഇതാണ് അവരുടെ സിലബസും. 6-7 ഡിഗ്രികൾ എടുത്തതാണ് ഈ ബാച്ചിലുള്ളവർ. ഇവരിനി പഠിക്കാൻ പോകുന്നത് 8ാമത്തെ സിലബസാണ്. ഈ സിലബസ് വരുമ്പോൾ അതുവരെ പഠിച്ചിരുന്ന എല്ലാ രീതികളും മാറുകയാണ്. ഇതുവരെ നമ്മൾ അക്രമി വന്നാൽ അതിൻ്റെ ഒരു കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തു, രണ്ടാമത്തെ കൈയുടെ വിരലുകൊണ്ട് അവൻ്റെ മർമ്മങ്ങൾ ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ. പിന്നെ കുറച്ച് കളരി തന്നിരിക്കുന്നത് മർമ്മം കാണിച്ചില്ലെങ്കിലും കളരി കുറെ കൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം പഠിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അത് പക്ഷേ നമ്മുടെ മർമ്മപ്രയോഗത്തിലുള്ളതല്ലത്. മർമ്മപ്രയോഗം എന്ന് വെച്ചാൽ മൽപ്പിടുത്തമില്ല, ടച്ച് ചെയ്യല. ഒന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ ഇതിലാണ് പോയി. കളരി, കരാട്ടെ, കുൻഫു, തൈക്കുണ്ട് ഇതെല്ലാം സ്പോർട്സാണ്. സ്പോർട്സിൽ എങ്ങനെ രണ്ടാൾ വരുമ്പോൾ അവരിൽ നിന്ന് മത്സരമാണ്. മത്സരിച്ചാൽ ജയിക്കുന്നവനാണ് ഫസ്റ്റ്. ഏതാണെന്ന് വെച്ചാൽ വേൾഡ് മെഡലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ജയിക്കാൻ മാർക്ക് കിട്ടും. പഞ്ചിന് മാർക്ക് കിട്ടും, കിക്കിന് മാർക്ക് കിട്ടും, ഷൂട്ടോ ഇതിനെല്ലാം മാർക്ക് കിട്ടും. പക്ഷേ മർമ്മക്കളരിയിൽ അതില്ല. മർമ്മക്കളരിയിൽ ഒന്ന് അക്രമി വന്നാൽ നമുക്കൊരു ടച്ചിങ്ങിൽ താഴെ വീണിരിക്കണം. അവിടെ പിന്നെ മത്സരമല്ലല്ലോ. മത്സരം ഞങ്ങൾക്കില്ല. ഇത് മർമ്മക്കളരിയാണ് ഇതുവരെ പഠിച്ചത്. ചില 7-8 ഡിഗ്രികൾ കഴിഞ്ഞ് 8ാമത്തെ ഡിഗ്രി. ഈ ഡിഗ്രി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഒരേ ഒരു മുറ മാത്രം ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ശിഷ്യന്മാർക്ക് തരികയാണ്. ഒരേ ഒരു വിദ്യ മാത്രം ഇന്ന് തരുന്നു. ഇന്ന് നോക്കി, ഈ കൊടുവാളിന് വെട്ടുകയും കടാരയ്ക്ക് കുത്തുകയും 3 ആൾ ഒരുമിച്ച് വരുമ്പോൾ ചെയ്താൽ എന്താ ചെയ്യാൻ നോക്കുക. ഒരു മർമ്മത്തിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. തൈലമർമ്മം നോക്കിയേ, തൈലമർമ്മത്തിലാണ് ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതാ തൈലമർമ്മം നോക്കിയേ, ഇതാണ് തൈലമർമ്മം. കണ്ടോ, കഴുത്തിൽ കർണപിലിയയിൽ നിന്നും 1 അംഗുലം വിട്ട് വലിയ ഞരമ്പിൽ ചേർന്ന് ആണ് ഈ സ്ഥാനം. ഇവിടെ ക്ഷതമേറ്റാൽ ആ സെക്കൻഡ് പോലില്ല, ബോധം മറിഞ്ഞ ആൾ താഴെ വീഴും. കഴുത്തും തലയുടെ ഉള്ളിലും കഠിനമായ കഴപ്പും തരിപ്പും വേദനയും ഉണ്ടാവും. ആൾ ആ സെക്കൻഡിൽ താഴെ പോകും. ആ സെക്കൻഡിൽ ടച്ച് ചെയ്യുന്ന സെക്കൻഡിൽ ആൾ പോയി. കുറെ കഴിഞ്ഞ് മരിക്കില്ല കേട്ടോ. നമ്മളാരെയും നശിപ്പിക്കില്ല, ആരെയും പക്ഷേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ കൊലയാളികളെ വീഴ്ചയെ മതിയാവും. അതിൻ്റെ ഒരു കാര്യം ഞങ്ങൾ 6 വരെ പഠിച്ചതിൻ്റെ ഒരു വിദ്യ ഇപ്പം കാണിക്കുകയാണ്. ഇവർ 3 ആൾക്കാർ നമ്മുടെ അക്രമികളെ എന്നെ ഉപദ്രവിക്കാൻ, എന്നെ കൊല്ലാൻ വന്നിരിക്കുക. മാരകായുധങ്ങളല്ലേ അവരുടെ കയ്യിലുള്ളത്. പക്ഷെ അങ്ങനെ വന്നാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ. ഈ 2 കൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നത് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടോളൂ. ഇദ്ദേഹം എന്നെ വെട്ട് കാണും, നോക്കിയേ കണ്ടോ, ഇദ്ദേഹം വെട്ടുകയാണ് ഞാൻ കയറി പിടിച്ചു. ഇത് കളരി മർമ്മ പ്രയോഗം തന്നെ. ഈ അടുത്ത മർമ്മ പ്രയോഗം നോക്കി, ഈ ഭാഗത്തുള്ള മർമ്മത്തിലാണ് കൊടുക്കാൻ പോകുന്നത്. ഇതാ ഒരൊറ്റ പിടിച്ചു, മറിച്ചു. ആ മറിച്ച സമയത്ത് മറ്റൊരു കൂട്ടുകാർ നോക്കിയേ എന്തൊക്കെയാ ചെയ്യുന്നത്. ഒരാൾ കടാരയ്ക്ക് കുത്തി, വേറൊരാൾ വെട്ടുകത്തിക്ക് കഴുത്തിന് വെട്ടി. അപ്പോൾ പിന്നെ ഞാൻ ഇയാളെ കീഴ്പ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇയാളെ ഞാൻ കീഴ്പ്പെടുത്താൻ പഠിച്ചിട്ട് എന്താ കാര്യം? സ്പോർട്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. സെൽഫ് ഡിഫൻസ് നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ് പഠിക്കുന്നെങ്കിൽ മർമ്മപ്രയോഗം പഠിക്കുന്നതാ വേണം. മർമ്മപ്രയോഗത്തിൽ മാത്രമേ ഇവരെ ഓരോ ടച്ചിൽ വീഴിക്കാൻ പറ്റുള്ളൂ. ആ വിദ്യയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണേ കാണിക്കുള്ളൂ കേട്ടോ. ഇത് ഈ വിദ്യകൾ 8ാം ഡിഗ്രിയിൽ കുറേ കൂടുതൽ വിദ്യകളുണ്ട്. പക്ഷേ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. എങ്ങനെയാണ് ഈ 3 ആൾ വന്നാൽ നമുക്ക് നിന്ന നിപ്പിൽ അധികം പുറകോട്ട് പോകാതെ ഇവരെ വീഴിക്കാൻ പറ്റുക. കർണമർമ്മം ഈ പറഞ്ഞ തൈലമർമ്മത്തിലാണ് കൊടുക്കുന്നത്. മരണമോ ഈ സാധനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് മർമ്മമുദ്ര, മരണമുദ്രയാണ്, സാധാ മുദ്രയല്ല. ഇത് വലിയ കരണഞരമ്പിനോട് ചേർന്നുള്ള മർമ്മസ്ഥാനമാണ് ഇവിടെ. അത് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്താൽ ബുദ്ധിമുട്ടാവും. തൈലമർമ്മം അങ്ങനെ എല്ലാവർക്കും മാർക്ക് ചെയ്ത് കാണിക്കണം. പക്ഷേ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ സത്യം ചെയ്യിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇപ്പം നോക്കിയോളൂ, ഇദ്ദേഹത്തെ കഴിക്കാൻ നോക്കിയ ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഓരോരുത്തരും പ്രത്യേകം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾ വീഴിക്കാൻ, അപകടം പറ്റിയാലോ പതിയെ വീഴുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ,
എൻ്റെ ഒരു കുട്ടികളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തും, ആ വിദ്യ കാണിച്ചു തരാം. പക്ഷെ കേടുവരാൻ പറ്റില്ല. ഒരടിക്ക് കഥാ ഇതിങ്ങനെ തെറിച്ച് പോകുമ്പോൾ അടിച്ചേക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത് നോക്കി ഉണ്ടോ, കാണാവോ? എല്ലാവരും മനസ്സിലാ പയ്യെ തൊടുകയുള്ളു. അടുത്ത മോനെ അവിടുന്ന് കുത്തിക്ക് ഉണ്ടോ, ഇതെന്താ പോയില്ലേ? അവിടെ നോക്കിയാൽ കറക്കിയിട്ട് ഒരൊറ്റ കുത്ത ഇവിടെ. അത് 2 വിധത്തിലാകാം, ഈ കൈ കൊണ്ടുപോകാം, ഈ കൈ കൊണ്ടുപോകാം. പക്ഷേ ഈ കൈ കൊണ്ടാവണം ആളെ തിരിക്കുകയാണ്. ഒന്നുകൂടി നോക്കിയേ, ഒന്നുകൂടി ശ്രദ്ധിച്ച് മോൻ വെട്ടിക്ക്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയേ ശ്രദ്ധയോടുകൂടി. ഞാൻ ഈ വെട്ടുന്നില്ല, ഈ ബ്ലോക്ക് അല്ല, ഈ ബ്ലോക്ക് ഇനി ഞങ്ങൾക്കില്ല. നോക്കിയേ, ഇവിടുന്ന് ഒരൊറ്റ അടിയാണ്. നോക്കിയേ, കണ്ടാ പോയി. കണ്ടോ കണ്ടോ, ഇതാ ഇവിടെ ഒരൊറ്റ കുത്താണ്. അടുത്തത് ഇതാ നോക്കിയേ, ബ്ലോക്ക് ചെയ്ത് കണ്ടോ, ഇവിടുന്ന് ഉള്ളിൽ നിന്നല്ല ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്ത് പോയി കയ്യിരിക്കുന്നത് കണ്ടോ. നോക്കിയേ, നല്ല ശക്തിയിലാണ് കുത്തുന്നത്, സ്ലോവിലാണ് കുത്തുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ കുത്തുന്നത് എപ്പോഴും നമ്മൾ തിരിച്ചാണ്. കണ്ടോ, താഴേന്ന് വരുമ്പോൾ തിരിച്ചാണ് എടുക്കുന്നത്. കണ്ടോ, നോക്കിയേ, ഇവിടുന്ന് വരുമ്പോൾ ഞാൻ ഇങ്ങനെയാ ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ഇടിച്ചേ, കണ്ടോ, ഇടിക്കാൻ പറ്റില്ലേ? പക്ഷെ ഇനിയൊന്ന് നോക്കിയോ, ഞാൻ എന്താ ബ്ലോക്കിൽ കുത്തിക്കുക, കണ്ടോ, ഒറ്റയടി. ഇനി ഒന്ന് കുത്താമെന്ന് നോക്കി, ആ കൈ കൊണ്ട് കുത്താമെന്ന് നോക്കി, കുത്താൻ നോക്കുവോ? ഇല്ല. നമ്മുടെ ബ്ലോക്കിൽ തന്നെ എതിരാളിയെ ഒന്നുമല്ലാതായിക്കളെ. എല്ലാ ബ്ലോക്കുകളും അവൻ്റെ അവയവങ്ങളെല്ലാം മറുവശത്തേക്ക് തിരിച്ചു. മനസ്സിലായോ? ഒന്നുകൂടി കുത്തിക്കാൻ അവനെ ഒറ്റയടി അടിച്ചങ്ങ് തെറിച്ചു പോവും. മനസ്സിലായില്ലേ? ഇവിടുന്നാണ് നമ്മൾ കൊടുക്കുന്നത് മർമ്മസ്ഥാനത്ത്. ഈ വിദ്യയാണ് ഇനി ഇവർ പഠിക്കാൻ പോകുന്നത്. ഈ 3 ആളെ വീഴിക്കാൻ 1 സെക്കൻഡിൽ ഇവൻ തീർക്കും. അര സെക്കൻഡ് കൊണ്ട് ഇവരുടെയൊക്കെ പണി കഴിക്കും നമ്മൾ. ഇതാണ് 8ാമത്തെ ഡിഗ്രി മുതൽ ഇവർ പരിശീലിക്കാൻ പോകുന്നത്. ഒരു മർമ്മം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇവരെല്ലാം പഠിക്കുന്നവരാണ്. ഇത് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി തരികയാണ്. ആർക്കും കേടുവരുത്തരുതും. തൈലമർമ്മം പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. തലച്ചോറിന് വരെ കേടുണ്ടാവുന്നതാണ്. അതാണ് അപ്പോഴേ ബോധം പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പഠിക്കുക, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർക്ക് അപകടം വരുത്താതെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതാണ് ഞങ്ങളെല്ലാവരും നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ വിദ്യ കാണാമെന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.